ഹൂർമസ് തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നയതന്ത്രവും സൈനികവും ഒരുമിച്ച് മുന്നേറുന്ന ഒരു അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. താൽക്കാലിക വെടിനിർത്തലിന് മുന്നോട്ട് വെച്ച അമേരിക്കൻ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ഇറാൻ സമാധാനത്തിനുള്ള വഴികൾ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണമെന്ന നിലപാട് ശക്തമായി ആവർത്തിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ അടിത്തറ പ്രത്യാഘാതങ്ങളെ മറികടന്ന് ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാനുള്ള ശ്രമമാണ് തങ്ങൾ മുൻനിർത്തുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ആവശ്യങ്ങൾ വെറും വെടിനിർത്തലിൽ ഒതുങ്ങുന്നില്ല. യുദ്ധത്തിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം, മേഖലയിൽ സ്ഥിരതമായ സമാധാനം, കൂടാതെ ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഹോർമോസ് വഴി സുരക്ഷിതമായ കടൽ ഗതാഗതത്തിനായി വ്യക്തമായ അന്താരാഷ്ട്ര പ്രോട്ടോകോൾ എന്നിവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇതോടൊപ്പം വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കണമെന്ന ആവശ്യവും കൂടി ഇറാൻ ഉയർത്തുന്നു. അതായത് സമാധാനത്തിനുള്ള ചർച്ചകൾ താൽക്കാലിക പരിഹാരങ്ങൾ എന്നതിലുപരി സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ധാരണകൾ എന്ന തലത്തിലേക്ക് ഉയർത്തണമെന്നാണ് അവരുടെ നിലപാട്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകളുമായി രംഗത്തെത്തി. ഹോർമോസ് കടലൊടുക്ക് വീണ്ടും തുറക്കാൻ അനുവദിച്ച 10 ദിവസത്തെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കുന്നതോടെ ഇറാൻ അനുകൂലമായി പ്രതികരിക്കാത്ത പക്ഷം കടുത്ത സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമാക്കി വ്യാപകമായ ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഇത് വെറും സൈനിക നീക്കമല്ല, മറിച്ച് ശിക്ഷാ നടപടിയായിരിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാന്റെ സമീപനത്തിൽ താൻ അതീവ അസ്വസ്ഥനാണെന്നും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സാധാരണ നിലയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇറാൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിന്റെ ദിശ മാറാൻ ഇടയാകുന്ന വിധത്തിൽ ഒരു സൈനിക ആക്രമണത്തിന്റെ സമയം വരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാനിൽ നിലനിൽക്കുന്ന സുരക്ഷാ സാഹചര്യം കൂടുതൽ ഗുരുതരമാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തലസ്ഥാനമായ തെഹ്റാൻ നഗരത്തിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു പാർപ്പിട സംയോജ്യം തകർന്നു വീഴുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ആരെന്നതിനെ കുറിച്ച് വ്യക്തതയല്ലെങ്കിലും പ്രദേശത്തെ സംഘർഷാവസ്ഥ അതീവ ഭീഷണിജനകമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഇതോടൊപ്പം തെഹ്റാനിലെ പ്രശസ്തമായ ഷാരിഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ലക്ഷ്യമിട്ട ആക്രമണങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങൾ ലംഘിക്കുന്നതാണെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. സംഘർഷം ഇറാന്റെ അതിർത്തികൾക്കപ്പുറം വ്യാപിക്കുന്ന സൂചനകളും ശക്തമാകുന്നു. സിറിയയിലേക്ക് ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തടഞ്ഞതായി അവിടുത്തെ സർക്കാർ അവകാശപ്പെട്ടു. ഇതോടൊപ്പം ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഗൾഫ് മേഖലയിൽ കൂടുതൽ വ്യക്തമായി കാണപ്പെടുന്നു. അബുദാബിയിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു. മിസൈൽ അവശിഷ്ടങ്ങൾ വ്യാവസായിക മേഖലയിലേക്കും പതിച്ചതായും വിവരങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത ഉയർത്തുന്നു. ഇതിനിടെ യുദ്ധം 6ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വ്യാപ്തിയും തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നഗരങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഹോർമോസ് കടലൊടുക്ക് അടച്ചതോടെ ആഗോള ഇന്ധന വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇറാൻ പാർലമെന്റ് നേതൃത്വം അമേരിക്കയുടെ നീക്കങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ് അമേരിക്ക സ്വീകരിക്കുന്നതെന്നും ഇത് മേഖലയിൽ വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം റഷ്യ അമേരിക്കയുടെ ഉപരോധങ്ങൾ പിൻവലിച്ച് ചർച്ചകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ ആണവ സൗകര്യങ്ങൾക്കും അടിസ്ഥാന സാധ്യത ഉയർന്നിരിക്കുകയാണ്. ദക്ഷിണ മേഖലയിലേക്കുള്ള ബുർഷഗർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി വിതരണത്തിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ ജനജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇത് യുദ്ധത്തിന്റെ പ്രത്യാഘാതം ആഗോളതലത്തിൽ വ്യാപിക്കാനുള്ള സാധ്യത വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് ആയുധ സഹായം നൽകാൻ ശ്രമിച്ചിരുന്നുവെന്നും ട്രംപ് നടത്തിയ പരാമർശം പുതിയ ചർച്ചകൾ വഴിവെച്ചു. ഈ ആയുധങ്ങൾ കുർദിഷ് ഗ്രൂപ്പുകൾക്ക് കയ്യിലെത്തിയെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഇതിലൂടെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുമെന്ന വിലയിരുത്തലുകളാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.